ഇത് അതിനകത്ത് വാരിയിടണ ഒരു അതല്ലേ നീ പറയുന്ന പോലെ ഞാൻ ചെയ്യാടി. വേണ്ട, ഏട്ടൻ ഉണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞാലേ പിന്നെ വൈൻ ഉണ്ടാവില്ല. ഇത് മുഴുവൻ വായിലേക്കായിരിക്കും പോവാ. അവിടെ പോയിരുന്നേ, ചെല്ലി ഞാൻ ഉണ്ടാക്കോളാം. എനിക്കാണ് ഇതിന്റെ കൂട്ടൊക്കെ കറക്റ്റ് അറിയാം. പിന്നെ നിനക്കറിയും. ഞാൻ എത്ര കാലമായിട്ട് ഉണ്ടാക്കുന്നതാ വീട്ടില്. നിങ്ങൾ എന്തിനാ ശരിക്കും വൈൻ ഉണ്ടാക്കണത്? കുടിക്കാൻ. കുടിക്കാനാന്ന് എനിക്കും അറിയാം. അല്ല, ക്രിസ്മസിന് ഇത്ര പ്രാധാന്യത്തോട് കൂടിയിട്ട് വീഞ്ഞുണ്ടാക്കണത് എന്തിനാണ്? അതോ, അത് പിന്നെ അപ്പുറത്ത് വീട്ടുകാരൊക്കെ ഉണ്ടാക്കും, അപ്പൊ നമ്മളും ഉണ്ടാക്കുക തന്നെ, ഇത്രേ ഉള്ളൂ. ഇനി ആ പഴയപ്പഴത്തിലിടുക. മുന്തിരി വലിക്ക് പഴ എന്നാ എടുത്തേ, കഴിക്കാനായിരിക്കും. കാര്യം വേണ്ട. അതെ, പിന്നെ വൈൻ ഉണ്ടാക്കുന്ന കാര്യം ഞാൻ അച്ഛനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്തിന്? അച്ഛന് 2 ബോട്ടിൽ കൊടുക്കേട്ടാ. കൊന്ത കൊടുക്ക നിന്റെ അച്ഛന്? നിന്റെ അച്ഛന് വൈന്? എടി, കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു അത്യാവശ്യമാണ്, എനിക്ക് ഇത്തിരി പൈസ വേണം അച്ഛാന്ന് ചെന്ന് പറഞ്ഞപ്പോ എന്താ അങ്ങനെ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്? തരില്ലാന്നോ? അല്ലേ? ആ അച്ഛന് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള വൈന് കൊണ്ട് കൊടുക്കണമെന്ന്. എനിക്ക് വൈന്, അതെ, ഇതിവിടെ ക്രിസ്മസിന് നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ള വൈൻ, അത് നമ്മൾ കുടിക്കും. ഇതിപ്പോ ഒരു 4-5 കുപ്പി ഉണ്ടാവും കേട്ടാ. ഉണ്ടായിക്കോട്ടെ, എന്തായാലും പഞ്ചസാരക്ക് ഇവിടെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കണ്ടേ? വെള്ളം ലാസ്റ്റ് ഒഴിക്കും. ഇത് അരി നോക്കേ, ഇത് അവിടെ എവിടെയും കുളിച്ചിടാല്ലേ? എവിടെ? പറമ്പില്. ഇനി ഒന്നുമില്ല, ഒരു കിഴിയിലെ കുറച്ച് ഗോതമ്പ് കെട്ടിയിട്ട് ഇതിൽ ഇട്ടാ മതി. 21 ദിവസം കഴിയുമ്പോൾ നമ്മുടെ വൈനും സൂപ്പർ ആയിട്ടുണ്ടാവും. ഒരു കാര്യം ചെയ്തേ, ആ സ്റ്റോർ റൂമിലേ ഒരു വെള്ളത്തുണി വെച്ചിട്ട് ചേട്ടൻ പോയി എടുത്തിട്ട് വന്നേ. ശരി. ഹലോ, ഞാൻ ഇവിടെ അല്ലടാ, ഞാൻ ഗുണ്ടൽപേട്ടാണ്. ഗുണ്ടൽപേട്ട്. കാശാ ഇന്ന് തരണ്ട? വൈകിട്ടാ? നമുക്ക് വൈകിട്ട് കാണാം. അല്ലടാ, ഗുണ്ടൽപേട്ടല്ല, ഞാൻ ഇവിടെ നമ്മുടെ കുണ്ടുകാട് എന്നാ പറഞ്ഞത്. നമുക്ക് വൈകിട്ട് കാണാം. ഓക്കെ, ശരി, ഞാൻ വിളിക്കാം. രാഘവേട്ടാ, എന്തുടെ കാരണം നിങ്ങള്? എന്തേ? അല്ല, ഇത്രയൊക്കെ പ്രായമായിട്ട് നിങ്ങൾക്കൊരു കാര്യബോധം വന്നിട്ടില്ലേ? അറിയാണ്ട് ചോദിക്കുക. എന്തേന്ന്? അല്ല, മൂത്രവെച്ചോ? ഈ സിഗരറ്റ് ഇങ്ങനെ പുറത്തു നിന്നിട്ട് വലിക്കാൻ പാടില്ല, നിയമവിരുദ്ധല്ലേ ഇത്? ഇവിടെ ആരില്ലല്ലോ. ഇവിടെ ആരില്ലല്ലോ എന്നല്ല, നമ്മൾ ഈ അന്തരീക്ഷത്തിൽ എവിടെ ഇറങ്ങി ചെയ്താലും സാറ്റലൈറ്റ് എന്ന് പറഞ്ഞൊരു സംഗതി കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഇതേമാതിരിയുള്ള നിയമവിരുദ്ധമായിട്ടുള്ള പരിപാടികൾ പുറത്തിറങ്ങിയിട്ട് ചെയ്താൽ സാറ്റലൈറ്റ് വന്ന് അത് പകർത്തി ഫോട്ടോ എടുത്ത് എത്തിക്കേണ്ടോർത്ത് എത്തിക്കും. ഇനിയുണ്ട കയ്യില്? ഓരോ പണികൾ കാണിക്കണതേ. അയ്യോ, ഇപ്പൊ എവിടെങ്കിലും കളയണ കണ്ടാ അത് അതിലും വലിയ പ്രശ്നമാണ്. വേറെ ഇതിന്റെ അത് വേണ്ടല്ലോ. ഇനിയിപ്പോ ഇത് കളയാം, എവിടെയും കളയാം. വലിക്കുന്നില്ല. ശരി, പിടിച്ചോ? വരുന്നു. ഇതെന്തിനാണ്? എടി, ഇത് പള്ളി പെരുന്നാളിന് കെട്ടണതല്ലേ? ഇതൊന്നും വേണ്ട, കൊണ്ടുപോയി മാറ്റി. വേറെ അതിന്റെ ഉള്ളിലുള്ള സാധനം അതൊക്കെ എടുത്ത് വെച്ചോ. സത്യോ? എന്താ പരിപാടി? ക്രിസ്തുമസ് അല്ലേ? കേക്കും വൈനൊക്കെ വാങ്ങിയോ? കേക്ക് വാങ്ങണം, വൈന് ഇവിടെ തന്നെ ഇട്ടു. വൈന് ഇവിടെ തന്നെ ഇട്ടു എന്ന് പറയാ. ഇവിടെ ഉണ്ടാക്കിയോ? എല്ലാരോടും പോയി പറയൂട്ടാ. അത് ശരി, ഇവിടെ ഉണ്ടാക്കിയില്ലേ? അതിപ്പോ എങ്ങനെ ആരുണ്ടാക്കി? വൈനൊക്കെ ഉണ്ടാക്കാൻ ഇവിടെ ആളുണ്ടോ? അതിന്റെയൊക്കെ സ്പെഷ്യലിസ്റ്റ് ഇവിടെ ഉണ്ടല്ലോ. അത് ശരി, അത് കലക്കിലോ? അത് ശരി, അപ്പൊ അതൊക്കെ പഠിക്കണ്ട.
അതൊക്കെ ലില്ലി അതിന്റെ മെയിൻ ആണല്ലേ. നൂലിതാകടെ ഇതിപ്പോ എന്തൊക്കെ വെച്ചിട്ടാ സാധനം ഉണ്ടാക്കിയിട്ടുള്ളത്? അതെന്താ മുന്തിരി, ഗോതമ്പ്, ശർക്കര. ഒന്നും പറയണ്ട, അതൊക്കെ സീക്രട്ട് ആണേ. അയ്യോ പറയണ്ട പറയണ്ട. സംഭവം നിങ്ങളുടെ കാര്യം ആലോചിച്ചപ്പോ എനിക്ക് എന്തേ നിങ്ങൾ ഇങ്ങനെ വിഡ്ഢികളായി പോയില്ലോ. അല്ല നിങ്ങൾ ഈ ഫേസ്ബുക്കും വാട്സപ്പും ഒന്നും നോക്കണൊന്നുമില്ലേ? അയ്യയ്യയ്യ ആരുടെ ചെയ്തല്ല വാട്സപ്പ് ഒക്കെ നോക്കണം വൃത്തികേട്. അതെ, മൊബൈൽ ഫോൺ ഇറങ്ങിയ സമയത്തുള്ള ഫോണും കൊണ്ടാണ് ചേട്ടൻ നടക്കണത്. അതിലെന്ത് ഫേസ്ബുക്ക്, എന്ത് വാട്സപ്പ്, എന്റെ ഒരു ഫോട്ടോ എടുക്കാൻ പോലും പറ്റൂലേ. നിന്റെ ഫോട്ടോ എടുക്കാണ്ടാണ്. അതെ, ഒരു കാര്യം പറയട്ടെ ഞാൻ നിങ്ങളോട്. എന്തേ? ഇതൊക്കെ നിയമവിരുദ്ധാട്ടാ. എന്ത് ഇതൊക്കെ കെട്ടി തൂക്കണതോ? ഇത് കെട്ടി തൂക്കണല്ലോ. വീട്ടില് വൈൻ ഉണ്ടാക്കാന്ന് പറഞ്ഞ നിയമവിരുദ്ധാണ് ഇപ്പോ. വീട്ടില് വൈൻ ഉണ്ടാക്കണതോ? പിന്നെ ഏടെ ചെങ്ങായി ക്രിസ്മസ് ഉള്ള കാലം മുതൽ ആളുകൾ വൈൻ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെയാണ് ഏടെ ചെങ്ങാതി, അത് അന്നത്തെ കാലത്ത്. ഇന്നതൊക്കെ വലിയ പ്രശ്നം. ജാമ്യം കിട്ടില്ല, തനിക്ക് ജാമ്യം കിട്ടില്ല വൈൻ ഉണ്ടാക്കിയത്. പിന്നല്ലേ എടാ, ഇതൊന്നും വീട്ടിലുണ്ടാക്കാൻ പാടില്ലെന്ന്. അതാ പ്രശ്നം. വീട്ടിൽ വെച്ച് ഉണ്ടാക്കരുത്. അപ്പൊ നമുക്ക് കുഴപ്പമില്ല. വീട്ടിലിട്ടിട്ടല്ലോ ഉണ്ടാക്കിയത്, മുറ്റത്തിട്ടിട്ടല്ലേ സത്യയുടെ നമ്മൾ ഉണ്ടാക്കിയത്. അയ്യോ എന്ത് പണി കാണിച്ചേ? എന്തേ? മുറ്റത്ത് വെച്ചിട്ടാ ഉണ്ടാക്കിയത്? കുടുങ്ങിയില്ലേ സത്യം? നീ ആകെ കുടുങ്ങി. എന്തൊക്കെ നീ പറഞ്ഞോണ്ടേ. സാറ്റലൈറ്റ് എന്ന് പറഞ്ഞൊരു സാധനം നീ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞൊരു സാധനം കേട്ടിട്ടുണ്ടോ നീ? സാറ്റലൈറ്റ് മുറ്റത്ത് ഈ അന്തരീക്ഷത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്താലും ഈ സാറ്റലൈറ്റിൽ അങ്ങോട്ട് പകർത്തിയിട്ട് അപ്പൊ തന്നെ ഫോട്ടോ എടുത്തിട്ട് എത്തിക്കേണ്ടോടത്ത് എത്തിക്കും. നീ കുടുങ്ങിയേക്കപ്പോ എന്ത് അത് പണി കാണിച്ച്? അയ്യോ സത്യത്തെ ആ കുഴപ്പായി. നമ്മുടെ അകത്തെ ബാത്റൂമിൽ വെള്ളം വരുന്നില്ലല്ലോ. നമ്മള് രണ്ടാഴ്ച പുറത്തല്ലേ കുളിക്കണേ. അതിന് മേൽക്കൂരല്ലോ. അത് ഞാൻ അറിഞ്ഞല്ലോ. അല്ല പുള്ളി നിയമവിരുദ്ധല്ലോ. അത് കുഴപ്പമില്ല അല്ലേ? അത് പ്രശ്നമില്ല. പക്ഷെ ഇത് നിങ്ങൾ കുടുങ്ങി. അന്വേഷിക്കണ്ടേ? ഞാൻ ഇവളോട് 100 പ്രാവശ്യം പറഞ്ഞാണ് ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് നമുക്ക് ഇതാ വൈൻ ഉണ്ടാക്കണ്ട. അപ്പൊ കേക്കണ്ടേ പറഞ്ഞാലേ. ഇങ്ങനെ പുലിവാലൊന്നും എനിക്ക് അറിയില്ലല്ലോ സത്യട്ടോ. വീട് മാറിയേ. അത് ശീതള, എന്താ ഇനിയിപ്പൊരു മാർഗം? ഇതിനിപ്പം മാർഗം എന്ന് വെച്ചാലേ ഞാൻ കാര്യം ചെയ്യാം. ഞാൻ ഇപ്പൊ ഈ പോണ വഴിക്ക് തന്നെ ഇപ്പൊ സമയം കളയണ്ട, എക്സൈസ് ഓഫീസിലൊന്ന് കയറാം. ഇവിടെ ഇപ്പൊ എന്റെ ഒരു സുഹൃത്തുണ്ടല്ലോ മൊയ്തു, അവനൊന്ന് കണ്ടിട്ട് കാര്യങ്ങൾ കൊണ്ട് അവതരിപ്പിക്കാം. എന്നിട്ട് അതൊന്ന് സമാധാനത്തിലാക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. എന്നിട്ട് അതൊന്നേ ഒത്തുതീർപ്പാക്കിട്ട് ഇനിയിപ്പോ എന്തെങ്കിലും ചില്ലറ കൊടുക്കണ്ടെന്ന് അതും കൊടുത്തിട്ട് കാര്യങ്ങളെ റെഡിയാക്കാം. നീ മൊയ്തു സാറിനോട് സംസാരിക്കണ കൂട്ടത്തില് സത്യൻ എന്ന് പറയുന്ന കക്ഷി എന്റെ സുഹൃത്ത് ഒരു പാവം കക്ഷിയാണ്. അയാളത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, ഒരു കയ്യബദ്ധം പറ്റിയതാണ് എന്നുള്ള നിലയ്ക്ക് തന്നെ സംസാരിക്കണം. ആ രീതിയിൽ ഞാൻ അവതരിപ്പിക്കാം. അപ്പൊ ഇനി സമയങ്ങളില്ല, ഞാൻ പോയി വേഗം കാര്യങ്ങൾ അവതരിപ്പിക്കട്ടെ. ആയിക്കോട്ടെ. പരിപാടി നിങ്ങളുടെ കെട്ടലും തൂക്കലും പരിപാടിയൊക്കെ നടന്നോട്ടോ. ക്രിസ്മസ് കളയണ്ട, സന്തോഷിക്ക് സന്തോഷിക്ക്. ഞാൻ ഇത് റെഡിയാക്കാം. അപ്പൊ ശരി എന്നാ. എന്തേ? അല്ല ഞാൻ ഈ പറഞ്ഞതൊക്കെ അല്ലേ സാറ്റലൈറ്റ്. എന്നാ ശരി കേട്ടോ. പിന്നെ പുറത്ത് നിന്ന് കുളിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിപ്പോ നിയമവിരുദ്ധമല്ലോ. അതോ? അപ്പൊ ശരി. അതെ, ഈ കെട്ടലും തൂക്കലൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം പോയിട്ട് ആ ബാത്റൂമിന്റെ മേൽക്കൂര കെട്ടാം. അതാ നല്ലത്.